ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളാണോ? പുസ്തകങ്ങൾ വായിക്കും, വീഡിയോകൾ കാണും, പ്ലാനുകൾ തയ്യാറാക്കും. പക്ഷേ ഒരു കാര്യം മാത്രം സംഭവിക്കാറില്ല. നിങ്ങൾ തുടങ്ങാറില്ല. വിചിത്രമല്ലേ? കുറച്ച് അറിവുള്ള ആളുകൾ മുന്നേറുന്നു. കൂടുതൽ അറിവുള്ള ആളുകൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്ന എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും മുന്നിലെത്തിയിട്ടില്ല. വളരെ വലിയ ഐഡിയകൾ ഉണ്ടായിരുന്നവരിൽ പലരും ഇന്നും തുടങ്ങാൻ പോകുകയാണ്. അവരെക്കാൾ കുറച്ച് കഴിവുള്ളവർ, കുറച്ച് അറിവുള്ളവർ, കുറച്ച് അവസരങ്ങൾ ലഭിച്ചവർ ഇന്ന് അവരെക്കാൾ വളരെ മുന്നിലാണ്. എന്തുകൊണ്ട്? കാരണം വിജയത്തെ നശിപ്പിക്കുന്നത് പലപ്പോഴും അറിവില്ലായ്മയല്ല, മറിച്ച് അധികമായ അറിവാണ്. കേൾക്കാൻ വിചിത്രമായി തോന്നാം, പക്ഷേ പല ബുദ്ധിമാന്മാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഉയർന്ന ചിന്താശേഷിയും അറിവുമാണ് പരാജയങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മിടുക്കനായ ഒരാൾക്ക് ജീവിതത്തിൽ എല്ലാം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും നമ്മൾ കരുതുന്നു. എന്നാൽ നമ്മുടെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി പലപ്പോഴും വലിയ കഴിവുകളുള്ള മനുഷ്യരെയാണ് സ്വന്തം ചിന്തകൾ തളർത്തിക്കളയുന്നതെന്ന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ, ഈഗോ, പെർഫെക്ഷനിസം ട്രാപ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ ഉയർന്ന ബുദ്ധിയും നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന അറിവുകളും ഒത്തുചേർന്ന് നമുക്ക് ചുറ്റും ഒരു വലിയ ട്രാപ്പ് തീർക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് നമ്മൾ ആ രഹസ്യമാണ് തുറന്നു കാട്ടുന്നത്, ദ ഇന്റലിജൻസ് ട്രാപ്പ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു യുഗത്തിലാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും അറിവ് ശേഖരിക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം നൽകുമ്പോൾ അമിതവണ്ണം ഉണ്ടാകുന്നത് പോലെ തന്നെ ബ്രെയിനിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ഇൻഫർമേഷൻ ഒബസിറ്റി. ഉയർന്ന ബുദ്ധിയുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് ഇന്റർനെറ്റിലുള്ള സകല വിവരങ്ങളും ശേഖരിക്കാൻ തുടങ്ങും. നൂറുകണക്കിന് വീഡിയോകൾ കാണും, ആർട്ടിക്കിൾസ് വായിക്കും, പോഡ്കാസ്റ്റ് കേൾക്കും, കോഴ്സുകൾ ചെയ്യും. റിസൾട്ട്സോ? ബ്രെയിനിനുള്ളിൽ ഡാറ്റകൾ കുന്നുകൂടി കിടക്കും. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാത്ത ഒരു മാനസിക തളർച്ചയിലേക്ക് അവരെ ഇത് എത്തിക്കും. അറിവ് ഇവിടെ ഒരു വഴികാട്ടിയല്ല, മറിച്ച് നിങ്ങളെ ഒരിടത്തു നിന്നും അനങ്ങാൻ അനുവദിക്കാത്ത ഒരു വലിയ പാറക്കെട്ടായി മാറുകയാണ്. മിടുക്കനായ ഒരു വ്യക്തിയുടെ മനസ്സ് ഒരു സാധാരണക്കാരനെ പോലെയല്ല പ്രവർത്തിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നം കണ്ടാൽ അതിന് അനുയോജ്യമായ ഒരു വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോകും. എന്നാൽ സ്മാർട്ടായ ആളുകൾ ഒരേ സമയം പല വഴികൾ ചിന്തിച്ചു കൂട്ടും. അവർ ഒരു കാര്യം തുടങ്ങുന്നതിനു മുൻപ് അവരുടെ മനസ്സ് അവരെ ഒരു എൻഡ്ലെസ് പ്ലാനിംഗ് മോഡിലേക്ക് തള്ളിയിടും. വരാൻ സാധ്യതയുള്ള എല്ലാ പരാജയങ്ങളെയും പ്രശ്നങ്ങളെയും മുൻകൂട്ടി കണ്ട് അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കും. ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ ആ സങ്കല്പങ്ങളിൽ തന്നെ ആ വിജയത്തിൻ്റെ ചിത്രം പൂർണ്ണമായി വരച്ചുണ്ടാക്കും. അതായത് ആ ജോലി ചെയ്യുമ്പോൾ കിട്ടേണ്ട സന്തോഷവും സംതൃപ്തിയും വെറുതെ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ബ്രെയിനിന് ലഭിക്കുന്നു. ബ്രെയിനിനുള്ളിൽ ഒരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് താൻ ആ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് മനസ്സ് തെറ്റിദ്ധരിക്കും. ദിവസങ്ങളോളം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വലിയ എന്തോ ജോലി ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ റിസൾട്ട് 0 ആയിരിക്കും. ഭാവനയിൽ കാര്യങ്ങൾ അതിശയകരമായി പ്ലാൻ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ ലോകത്ത് ഇറങ്ങി കഷ്ടപ്പെടാൻ നിങ്ങളുടെ മനസ്സ് മടിക്കുന്നു. വെറുതെ ചിന്തിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടപ്പെടുമെന്ന് ബ്രെയിൻ ഭയക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ കെണിയായി മാറുന്നു. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ബുദ്ധിമാന്മാർ പലപ്പോഴും ചെറിയ തുടക്കങ്ങളെ വെറുക്കുന്നു. അവർക്ക് വലിയ വിജയം വേണം, വലിയ റിസൾട്ട് വേണം, വലിയ റെക്കഗ്നിഷൻ വേണം. പക്ഷെ ജീവിതം അങ്ങനെ എപ്പോഴും പ്രവർത്തിക്കില്ല. ആദ്യ ബിസിനസ്സിൽ നഷ്ടം, ആദ്യ ശ്രമത്തിൽ പരാജയം, ഇവയെല്ലാം വിജയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പല ബുദ്ധിമാന്മാരും ഇത് അംഗീകരിക്കില്ല. അവർ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഓർഡിനറി പ്രോസസ്സ് സ്വീകരിക്കാൻ തയ്യാറാവില്ല.
നിങ്ങൾ ഒരുപാട് ബുദ്ധിയുള്ള ഒരാളായിട്ടും ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ ഒരു ശാപമായി കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ എക്സ്ട്രാ ഇൻ്റലിജൻസ് ഒരു സൂപ്പർ പവർ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അതിനെ നിങ്ങളുടെ ആക്ഷൻസിനെ തടയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ബുദ്ധിയേക്കാൾ വേഗത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഒന്നാമതായി നിങ്ങൾ സ്ട്രാറ്റജിക് ഇഗ്നോറൻസ് ശീലമാക്കണം. അതായത് തുടക്കത്തിൽ കാര്യങ്ങളെ വളരെ ലളിതമായി സിമ്പിളായി കാണുക. നിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ശ്രമം പരാജയപ്പെടാൻ സ്വയം അനുവാദം നൽകുക. പെർഫെക്ഷനിസം മാറ്റിവെക്കുക. രണ്ടാമതായി ഈ ഒരു നിയമം ഓർക്കുക: ആക്ഷൻ ഓവർ ക്ലാരിറ്റി. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നിട്ട് ബാക്കി ചെയ്യാം എന്ന് മിടുക്കരായ ആളുകൾ കരുതും. എന്നാൽ സത്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ വിജയപരാജയങ്ങളുമായി കൂട്ടിയിണക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് മികച്ചൊരു ആയുധമാണ്, എന്നാൽ അത് നിങ്ങളുടെ യജമാനനാകാൻ അനുവദിക്കരുത്. ഉപയോഗിക്കപ്പെടാത്ത കഴിവ് ഒരു മനുഷ്യന് ചുമക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഭാരമാണ്. എന്നാൽ പ്രവർത്തിക്കാൻ കഴിയാതെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു മനസ്സ് ഇരുട്ടിൽ പൂട്ടിയിട്ട ഒരു ലൈബ്രറി പോലെയാണ്. സ്വന്തമായി കൂടുണ്ടാക്കുന്നത് നിർത്തി മുന്നോട്ട് കുതിക്കാൻ തുടങ്ങുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? ഒരു ബിസിനസ്, ഒരു സ്കിൽ, ഒരു സ്വപ്നം, അതെന്തുമാകട്ടെ. ഇന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കൂ. വലിയ മാറ്റം വേണ്ട, വലിയ തീരുമാനം വേണ്ട, ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രം. ഡോണ്ട് വെയിറ്റ് ടു ബി പെർഫെക്റ്റ്, ലേൺ വൈൽ ഡൂയിങ്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. അടുത്ത ഒരു അധ്യായവുമായി വീണ്ടും കാണാം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.